സങ്കീർത്തനം 12. ദാവീദ് രാജാവിൻ്റെ ഒരു വിലാപ സങ്കീർത്തനമാണിത്. സമൂഹത്തിലെ കള്ളം, വഞ്ചന എന്നിവയ്ക്കെതിരെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വാഴ്ത്തുന്നു. കപട അധരങ്ങളും ഇരുമനസ്സുള്ളവർ പെരുകുമ്പോൾ എളിയവരെയും ദരിദ്രരെയും രക്ഷിക്കാൻ ദൈവം എഴുന്നേൽക്കുമെന്ന് ഈ സങ്കീർത്തനം ഉറപ്പു നൽകുന്നു. ദൈവവചനം 7 പ്രാവശ്യം ഉരുക്കിയ വെള്ളി പോലെ നിർമ്മലമാണെന്ന് ഈ സങ്കീർത്തനം പറയുന്നു. ചുരുക്കത്തിൽ, മനുഷ്യരുടെ കള്ളത്തരങ്ങൾക്ക് മറുപടിയായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 12-ാം സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണാം. ഞങ്ങൾക്ക് യജമാനനാർ എന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.